ഹായ് ഹലോ, ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണേ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി ഒരു കൈപ്പിടിയോളം ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുരുകുരാന്നരിഞ്ഞ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എൻ്റെ കയ്യിൽ പൊടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. പിന്നെ 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കളറൊക്കെ മാറൂലേ, ഒരു പച്ചമുളകൊക്കെ മാറുമ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് കോരിയെടുക്കണം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കടായിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് വെള്ളം, അത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമ്മൾ അരച്ച് വരുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഫൈനായിട്ട് അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, ചെറുതായിട്ട് തരി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു രീതിയിലാട്ടോ അരച്ചുകൊണ്ട് വന്നേക്കണേ. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കോരിയെടുത്തില്ലേ മുളക്, ആ കടായിലോട്ട് തന്നെ 1/4 ടീസ്പൂണോളം കടുകും 1/4 ടീസ്പൂണോളം ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുത്തി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുരുകുരാന്ന് വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വേഗം വഴണ്ടി വരാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അരച്ച് വെച്ചില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ കുറച്ച് ആഫ്രിക്കൻ മല്ലിയില ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.